പക്ഷെ കൊളസ്ട്രോൾ അല്ല ശരിക്കും നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ സാധനത്തിനെയാണ്. അത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കൂടുതലെന്ന് പറയുന്നത്? നമ്മുടെ HDL എന്ന് പറഞ്ഞൊരു നല്ല കൊളസ്ട്രോൾ നമ്മൾ വിളിക്കില്ലേ? ഇതൊക്കെ വെറും ശുദ്ധ അസംബന്ധമാണ്. പക്ഷെ എന്നാലും നമുക്ക് അതിനെ അങ്ങനെ വിളിക്കാം. ആ HDL എന്ന് പറഞ്ഞ നല്ല കൊളസ്ട്രോളിന്റെ എത്രയാണോ അതിന്റെ ഡബിൾ മാത്രമേ ട്രൈഗ്ലിസറൈഡ് ആകാൻ പാടുള്ളൂ. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് എനർജിയാണ്, അതായത് ഊർജ്ജം. നമ്മൾ ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിച്ച് ബാക്കി വരുന്ന ഊർജ്ജം നമ്മൾ കൊഴുപ്പായിട്ട് വെക്കുമെന്ന് പറഞ്ഞില്ലേ, ആ കൊഴുപ്പാണ് ഈ ട്രൈഗ്ലിസറൈഡ്. അത് പുറത്തേക്ക് വരുന്നതാണ്. അതിനവിടെ സ്റ്റോർ ചെയ്ത് ലിവറിലും അവിടെ ഇവിടെയൊക്കെ വെക്കാവുന്ന സ്ഥലത്തൊക്കെ വെച്ച് സ്റ്റോർ റൂം ഒക്കെ ഫുള്ളായി. അപ്പോൾ അത് പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്നത് ഈ ട്രൈഗ്ലിസറൈഡ് കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ശരീരം മുഴുവൻ ഫാറ്റിന്റെ സ്റ്റോർ ഉണ്ട്, ശരീരം മുഴുവൻ ഇൻഫ്ലമേഷനും ഉണ്ട്. ട്രൈഗ്ലിസറൈഡ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൂടിയ ആൾക്ക് ഈ കൂടാത്ത ആളെക്കാളും ഹാർട്ട് അറ്റാക്ക് വരാൻ 80% ചാൻസ് കൂടുതലാണ്. കൊളസ്ട്രോൾ ആണെങ്കിൽ 30% ഉള്ളൂ. ട്രൈഗ്ലിസറൈഡിന് ഇത്ര ഇമ്പോർട്ടൻസ് വരാത്ത കാര്യം എന്താ അറിയോ? അതിന് മരുന്നില്ല.